രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോഴീനെ നിർത്തേണ്ട സ്ഥലത്ത് ഞാൻ നിർത്തിയിട്ടുണ്ട്. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രീതിയല്ല. എനിക്ക് മറച്ചു വെക്കാൻ ഈ ഫോണിൽ ഒന്നുമില്ല. ഏത് പരിശോധനകൾക്കും ഞാൻ വിധേയമാക്കും. അവന് ലൈംഗിക വൈകൃതം ഉള്ള ഒരു മനുഷ്യനാണ്. നിങ്ങൾ കൊണ്ടുപോയി വല്ല ഡോക്ടേഴ്സിനെയും കാണിക്കാൻ റെക്കമെൻഡ് ചെയ്യണം. രാഹുൽ മാങ്കൂട്ടം എന്ന കോഴീനെ തിരിച്ചറിയാൻ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുമില്ല, ഓരോ സ്ത്രീകൾക്കും. ഒരു വ്യക്തി നമ്മളോട് പറയുകയാണ്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇവൻ കോഴിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഒരു കോഴിയാണ് എന്നും ഞാൻ പറയട്ടെ, ഹേമ കമ്മീഷൻ പോലെ ഒരു കമ്മീഷൻ കോൺഗ്രസിനകത്ത് വെച്ചാൽ കോൺഗ്രസിൻ്റെ നിരവധി യുവ തലമുറയിലുള്ള മഹിളാ കോൺഗ്രസിൻ്റെ സ്ത്രീകളായിട്ടുള്ള ആളുകളുടെ ഫോൺ വെപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഫോൺ വെപ്പിച്ച് പരിശോധിച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ തികച്ചും വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും ഈ രാഹുൽ മാങ്കൂട്ടം എന്താണ് എന്ന്. പിന്നെ ഇന്നലെ അവനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഹാഷ്മിനെ ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്തിരുന്ന ഒരാളായിരുന്നു. കാരണം അദ്ദേഹത്തിന് വാക്കുകൾക്ക് തടസ്സമുണ്ട് എന്നൊന്നും എനിക്ക് ഒരു കാലത്തും തോന്നിയിട്ടില്ല. അങ്ങനത്തെ ഒരു വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാക്കുകൾ അവരെന്താണ് പറയുന്നത് എന്ന് മാത്രം കേട്ടുകൊണ്ട് ഒരക്ഷരം ചോദിക്കാതെ നിന്ന ഹാഷ്മിയോട് എനിക്ക് പുച്ഛം തോന്നുകയാണ്. ആ ചാനലിനോട് എനിക്ക് പുച്ഛം തോന്നുകയാണ്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്കിതൊരു വിഷയമല്ല. രാഹുൽ മാങ്കൂട്ടം ഇന്നലെ ആരോപിച്ച വിഷയങ്ങളിൽ അഴിഞ്ഞു വീഴാനുള്ള ഒന്നും എം.എ. ഷഹനാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിലില്ല. ഒന്നില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ ഒരു കുറച്ചോണം കൂടുതൽ ഉണ്ടിട്ടുള്ള അനുഭവ പരിചയം, ഒരു സ്ത്രീയായിട്ട് ഇവിടെ നിൽക്കുന്നതിൻ്റെ അനുഭവ സമ്പത്ത് ഉള്ള ഒരാൾ തന്നെയാണ് എം.എ. ഷഹനാസ് എന്ന് പറയുന്ന ഞാൻ. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും രാഹുലിൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ആർജവം എനിക്കുണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വെല്ലുവിളിക്കുകയാണ്. ഇന്നലെ ഹാഷ്മിക്ക് മുന്നിൽ ഇരുന്നതുപോലെ എനിക്ക് മുന്നിൽ ഒന്ന് ഇരുന്ന് തരാനുള്ള ധൈര്യമുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇനി അതല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിൽ പോയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് അവൻ പറഞ്ഞിട്ടുള്ള ഇത്തരം മുഴുവൻ കാര്യങ്ങളെയും ചോദ്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു സ്ത്രീയാണ് ഞാൻ. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് മുന്നിൽ അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ വന്നു പറയുന്നുണ്ടെങ്കിൽ അതിലെനിക്ക് ഉത്തമ ധാരണയില്ലാതെ ഞാൻ പറയില്ല. രണ്ടാമത്, ഒരു സ്ത്രീ എന്ന രീതിയിൽ, ഒരു എഴുത്തുകാരി എന്ന രീതിയിൽ, ഒരു പബ്ലിഷർ എന്ന രീതിയിൽ ഞാൻ പലതരത്തിൽ സമൂഹത്തിൽ ഏത് മേഖലയാണ് ഞാൻ പറയേണ്ടത്, ഇവിടെ സ്ത്രീകളായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഓരോരുത്തർക്കും അറിയാം എന്താണ് നമ്മൾക്ക് മെസ്സേജ് അയച്ച് വരുന്ന എത്ര കോഴികളുണ്ട്. എല്ലാവർക്കും എതിരെ നമുക്ക് പരാതിയും കേസുമായിട്ട് പോകാൻ പറ്റുമോ? കൊടുത്ത കേസുകൾക്ക് എന്താണ് നീതി കിട്ടുന്നത്? ഞാൻ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്ക് പാർട്ടിക്കുള്ളിൽ പോലും പരാതി നൽകാത്ത ആളാണ്. രാഹുൽ മാങ്കൂട്ടം കാശ്മീരിലെ ഡൽഹിയിലേക്ക് ടൂറിന് അവൻ്റെ കൂടെ കർഷക സമരത്തിന് എന്നെ വിളിച്ചപ്പോൾ അതിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്താണ് എനിക്ക് അവൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം പറയട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ ഒരു സെൽഫി പോലും എൻ്റേതില്ല. അവൻ പറയുകയാണ് ഇന്നലെ ഷഹനാസ് എൻ്റെ സുഹൃത്തായിരുന്നു, ഷഹനാസ് പറഞ്ഞപ്പോൾ ഞാൻ നെട്ടിപ്പോയി എന്ന്. ഓരോ സ്ത്രീയെയും എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് അറിയുന്ന ഒരു പീഡന വീരനാണ് രാഹുൽ മാങ്കൂട്ടം. ഞാൻ പറയട്ടെ, ഒരു ഭർത്താവ് വന്നിട്ട് പരസ്യമായിട്ട് പത്രപ്രസ്താവന നടത്തിയില്ലേ, എൻ്റെയും ഭാര്യയുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ന വ്യാജേന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന MLA വന്നു. എന്നിട്ട് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ എന്ന രീതിയിൽ വന്നിട്ട് എൻ്റെ ഭാര്യയുമായിട്ട് റിലേഷൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ഒരു ഭർത്താവുള്ള നാട് നമ്മുടെ കേരളമാണ്. അതും പറയുന്നത് ഒരു MLAക്കെതിരെയാണ്. ആ MLAക്കെതിരെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് അപ്പോൾ ഒരു ഫാമിലിയിൽ പ്രശ്നം ഉണ്ടാവുകയാണ്. രണ്ട് ഭാര്യയും ഭർത്താവും ഒക്കെ ആകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ആ പ്രശ്നത്തിൽ ഇടയിൽ കയറി ചെന്ന് അവരുടെ പ്രശ്നം തീർക്കാനെന്ന വ്യാജേന പോയിട്ട് അവരുടെ ഭാര്യമാരെ മിസ്യൂസ് ചെയ്ത് ലൈംഗികമായി ചൂഷണം ചെയ്ത്, നീ ഒരു വിവാഹം കഴിച്ച ആളാണ്, നിന്നെ എനിക്ക് വീണ്ടും, ഞാൻ വിവാഹം കഴിക്കാത്ത ഒരു യുവ MLA ആണല്ലോ, അപ്പം ഞാൻ വീണ്ടും നിന്നെ വിവാഹം കഴിക്കണമെങ്കിൽ എൻ്റെ വീട്ടുകാരും എൻ്റെ അമ്മയും ഒക്കെ സമ്മതിക്കണമെന്നുണ്ടെങ്കിൽ നീ പ്രഗ്നൻ്റ് ആവേണ്ടതുണ്ട് എന്നിലൂടെ എന്ന് പറഞ്ഞിട്ട് പ്രഗ്നൻ്റ് ആക്കുക. എന്നിട്ട് ഗർഭചിത്രം ചെയ്യുക. അവനൊരു ഫാർമസി ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആ ഫാർമസിയുടെ ഭാഗമായിട്ട് മെഡിസിനൊക്കെ കിട്ടാൻ വളരെ എളുപ്പമായിരിക്കും. അത്തരം മെഡിസിൻ ഇതുപോലെയുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുത്ത് ഗർഭചിത്രം ചെയ്യുക എന്നൊക്കെ ചെയ്തിട്ടുള്ള ഒരു പീഡകനെയാണ് നിങ്ങൾ ഇന്നലെ മുഴുവൻ കേട്ടത്. അവർ എന്തെങ്കിലും, അവൻ കഴിഞ്ഞ ദിവസം മുഴുവൻ ഇന്നലെ ഒരു വോയിസ്, ഒരു എഡിറ്റിങ്ങും ഇല്ലാതെ ഒരു വോയിസ് പുറത്തു വന്നു. ഇവിടെ ജനങ്ങളാൽ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയായ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന MLAയുടെ ഭാഷ നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ആ സ്ത്രീ പറയുന്നുണ്ട്, എന്നെ നീ തെറി വിളിക്കരുത് എന്ന് പറയുന്നുണ്ട്. എത്ര മോശമായിട്ടാണ് ആ MLA ആ സ്ത്രീയെ തെറി വിളിച്ചിട്ടുള്ളത്? അത് ഇന്നലെ ഹാഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തി ഡിസ്കസ് ചെയ്തതിലുണ്ടായിരുന്നോ?
നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണമെന്ന് ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് പറയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സ്ത്രീയാണ് ഞാൻ. അതെൻ്റെ ഭർത്താവല്ല, എൻ്റെ ഫ്രണ്ടല്ല, എൻ്റെ അച്ഛനല്ല, എൻ്റെ മകനല്ല, ആരായാലും ഞാൻ പ്രതികരിക്കും. അത് എല്ലാ കാലത്തും ഞാൻ പറഞ്ഞു വന്നിട്ടുള്ള സാധനമാണ്. രാഹുൽ മാങ്കൂട്ടം എൻ്റെ സുഹൃത്താണ് എന്ന് പറയുന്നു. അവന് അറിയാം ഞാൻ എഴുത്തുകാരിയാണ്, സാഹിത്യം എൻ്റെ പാഷനാണ്. അതുകൊണ്ട് നിരന്തരം ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തണമെന്ന്. നിലമ്പൂർ ഇലക്ഷനിൽ ഞാൻ KPCC സംസ്കാര സാഹിതിയുടെ ഭാരവാഹി ആയതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ പല കുടുംബ സംഗമങ്ങളിലും പോയി പ്രസംഗിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് എൻ്റെ ഡ്യൂട്ടി കൂടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗം ഞാൻ കാർ എടുത്ത്, ഫറൂഖ് ചുങ്കത്താണ് എൻ്റെ വീട്, കാർ എടുത്തിട്ട് ഞാൻ നിലമ്പൂർ പോയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട്, ഞാൻ അവിടെ പാർട്ടി എലക്ഷൻ ഫണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസിൻ്റെ ഫണ്ടോ ഉപയോഗിച്ചിട്ടല്ല. ഞാൻ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നിൽക്കുന്നത് ആ പ്രസ്ഥാനം മുന്നോട്ട് വരണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പോയി പ്രസംഗിക്കുന്ന ആ സമയത്ത് പോലും ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞ് എനിക്ക് കാണണമെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടം. ഇതിൻ്റെ മുമ്പ് തന്നെ ഈ കോഴീനെ രാഹുൽ മാങ്കൂട്ടം എന്ന കോഴീനെ തിരിച്ചറിയാൻ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുമില്ല, ഓരോ സ്ത്രീകൾക്കും. നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കിടയിൽ തന്നെ ഉണ്ടല്ലോ ഒരുപാട് സ്ത്രീകൾ മെസ്സേജ് അയച്ച് ഇവനൊരു ചാനൽ ചർച്ചയ്ക്ക് അവനെ ഇടപെട്ടാൽ പോലും പിന്നെ അവൻ എന്താ മെസ്സേജ് അയക്കുന്നതെന്ന് അറിയാം. പാലക്കാട് ഇവനൊരു MLA പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നിന്ന സമയത്ത് MLA ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി എന്താണോ പാലക്കാട് ചെയ്തിട്ടുള്ളത് അതിനപ്പുറം സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇനി എനിക്ക് വർക്ക് ചെയ്യണം, കോളേജുകൾ കേന്ദ്രീകരിച്ചാണെന്ന് തോന്നുന്നു ഷാഫി പറമ്പിൽ MLA വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ത്രീയെ ഏർപ്പാടാക്കി കൊടുത്തിരുന്നു. ആ ആൾ പോലും എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ എന്താ അറിയോ, എനിക്കിപ്പോൾ ഭയങ്കര ടെൻഷനാണ്, കാരണം എനിക്കറിയില്ലായിരുന്നു ഈ വ്യക്തി എന്താണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടീനെ എങ്ങനെ ഇവൻ മിസ്യൂസ് ചെയ്തു, അതെനിക്ക് ആ കുട്ടീനോട് ചോദിക്കാൻ പോലും പേടിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. എന്നിട്ടും ഈ വിഷയമൊക്കെ നടക്കുന്ന സമയത്തും ഇവൻ ആ പെൺകുട്ടികളോട് പോയി ചോദിക്കുന്നുണ്ട്, നീ എന്താ എനിക്കെതിരെ പരാതിപ്പെടുന്നില്ലേ, നീ എന്താ എനിക്കെതിരെ പറയുന്നില്ലേ എന്നുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം അനുസരിച്ച് എന്തു പറഞ്ഞാൽ എങ്ങനെ ഈ സ്ത്രീകളെ ട്രോമയിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ കാര്യങ്ങൾ വളച്ചൊടിച്ച് നീ തെറ്റുകാരനല്ലെങ്കിൽ എന്തുകൊണ്ട് നീ മാനനഷ്ട കേസിന് പോകുന്നില്ല എന്ന് ഞാൻ ചോദിച്ച ചോദ്യം, നിന്നെ വളർത്തിയതൊരു അമ്മയല്ലേ, എന്നെ വളർത്തിയത് ഒരു ഉമ്മയാണ്. എൻ്റെ ഉമ്മേനെ ഞാൻ എല്ലാ കാലത്തും സോഷ്യൽ മീഡിയയിലും അടക്കം എഴുതിയിടുന്ന ഒരാളാണ്. കാരണം എൻ്റെ ഉമ്മ ഒരു സ്ത്രീ വളർത്തിയ ഒരു പെൺകുട്ടിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മ കരുത്തയായ സ്ത്രീയാണെന്ന് അടയാളപ്പെടുത്തുന്ന ഒരാളാണ് ഞാൻ കേട്ടിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അമ്മ വളർത്തിയ മകനാണ് അവൻ എന്നാണ്. അപ്പോൾ ഞാൻ അവനോട് അതിൻ്റെ മുമ്പ് പറഞ്ഞൊരു സാധനമുണ്ട്, അതവൻ അവിടെ ഇന്നലെ പറഞ്ഞിട്ടില്ല. നിൻ്റെ അമ്മയോടാണ് എനിക്ക് സഹതാപം തോന്നുന്നത്. നിന്നെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ ആ അമ്മയ്ക്ക് മുന്നിൽ ഒരുപാട് പെൺകുട്ടികളെ പീഡിപ്പിച്ചു പറഞ്ഞിട്ട് നീ ഇപ്പം മെൻ്റൽ സ്ട്രെസ്സായിട്ട് നിൽക്കുമ്പോൾ നിൻ്റെ അമ്മേനെ എനിക്ക് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുണ്ട് അവരനുഭവിക്കുന്ന വേദനയ്ക്ക് എന്ന് പറഞ്ഞ ഷഹനാസിൻ്റെ മെസ്സേജ് എന്താ രാഹുൽ മാങ്കൂട്ടം പറയാത്തത്? അതിനുശേഷം അവൻ പറഞ്ഞു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഷഹനാസ്, നേരിൽ കാണുമ്പോൾ പറയാമെന്ന്. എന്താണ്, ഞാൻ അവൻ്റെ സുഹൃത്താണ് എന്ന് അവൻ പറഞ്ഞല്ലോ. സുഹൃത്താണെങ്കിൽ എന്തുകൊണ്ടാണ് അവൻ അത് പറയാൻ പറ്റാഞ്ഞത്? അവൻ്റെ എന്താ പറയുക, നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് നീ ഒളിച്ചു നടക്കുന്നു, നിനക്ക് മാനനഷ്ടത്തിന് ഫയൽ ചെയ്യാനുള്ള അധികാരമില്ലേ, നിനക്ക് അതെന്താ ചെയ്യാൻ പറ്റാത്തത് എന്ന് ചോദിച്ച കാര്യമാണ് നീ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെന്ന് MA ഷഹനാസ് പറഞ്ഞു എന്ന് ഇന്നലെ അവൻ പറഞ്ഞത്. ഇതിലും കൂടുതൽ കാര്യങ്ങൾ അവൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കത് ഞാൻ വെല്ലുവിളിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ. എനിക്ക് മുന്നിൽ നിന്ന് പറയണം, ഒരു സ്ത്രീ ഒരു പുരുഷന് മെസ്സേജ് അയച്ചു അല്ലെങ്കിൽ അത്തരത്തിലൊരു മെസ്സേജ് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഷഹനാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് അഴിഞ്ഞു വീഴാനുള്ള ഒരു സാധനവും ഇല്ല. അങ്ങനെ എന്തെങ്കിലും അഴിഞ്ഞു വീഴാനുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞുകൊണ്ട് ഞാൻ വരില്ല. ഞാൻ ഈ ലാസ്റ്റ് നിമിഷവും രണ്ടാമത്തെ പ്രാവശ്യം 23 വയസ്സുള്ള പെൺകുട്ടി പരാതി നൽകിയ സമയത്ത് ഞാൻ പരസ്യ പ്രസ്താവന നടത്തി. എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ കോൺഗ്രസിൻ്റെ ഭാരവാഹി ആയതുകൊണ്ടാണ്. കോൺഗ്രസിനകത്ത് നിന്ന് കോൺഗ്രസിനകത്തുള്ള ഒരാൾക്ക് പരാതി നൽകുമ്പോൾ ആ പരാതി നൽകുന്ന സ്ത്രീ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്ന് വ്യക്തമായ ധാരണയുള്ള ഒരാളാണ് ഞാൻ. എന്നെ കോഴിക്കോട് DCC ഓഫീസിൽ വിളിച്ചിട്ട് ഞാൻ കൊടുത്ത പരാതിയുള്ള VR സുധീഷിൻ്റെ പരാതി പിൻവലിച്ചാൽ നീ DCC സെക്രട്ടറി ആണെന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ ഉണ്ട്, DCC പ്രസിഡന്റ് കോഴിക്കോട്.
അതിനുശേഷം ഷഹനാസ് പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്ന ഷഹനാസിനെ എവിടെയും അടുപ്പിക്കാറില്ല. പരാതി നൽകുന്ന സ്ത്രീകളെ അത് രാഷ്ട്രീയമാവട്ടെ, സിനിമയാവട്ടെ, സാഹിത്യമാവട്ടെ എല്ലാ ഇടങ്ങളിലും മാറ്റി നിർത്തുന്നതേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും കോൺഗ്രസിനകത്ത് പിന്നെ കോൺഗ്രസിനെ നയിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അസറ്റാണ് എന്ന് വാദിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾക്കിടയിൽ ഈ കോഴിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം അയച്ച ഒരു മെസ്സേജിന്, അങ്ങനെ മെസ്സേജ് അയച്ചതിനെതിരെ അതും കൊണ്ട് പ്രതികരിക്കുന്ന സ്ക്രീൻഷോട്ട് ഇട്ട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയല്ല ഷഹനാസ്. അവർ പറയുന്നത് ഏതൊക്കെ കോഴികളെ ഏതൊക്കെ ലെവലിൽ നിർത്തണമെന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോഴീനെ നിർത്തേണ്ടടുത്ത് നിർത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷഹനാസ്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോഴീനെ നിർത്തേണ്ട സ്ഥലത്ത് ഞാൻ നിർത്തിയിട്ടുണ്ട്. ഇന്നും ഞാൻ പറയാം, നാളെ നിങ്ങൾ റെഡിയാണെങ്കിൽ അടൂരുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിൽ അവൻ്റെ അമ്മയുടെയും അവൻ്റെ മുന്നിൽ ഞാൻ പറഞ്ഞതും അവൻ പറഞ്ഞതുമായിട്ട് എൻ്റെ ഫോൺ ഞാൻ വെക്കും. എനിക്ക് മറച്ചു വെക്കാൻ ഈ ഫോണിൽ ഒന്നുമില്ല. ഏതു പരിശോധനകൾക്കും ഞാൻ വിധേയമാക്കും. ധൈര്യമുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിന് ഫോണ് വെച്ചിട്ട് നിങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ചാനലിൻ്റെ മുന്നിൽ പറയാൻ ഞാൻ നിനക്ക് കാണിച്ചു തന്നില്ല ഹാഷ്മി, നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹം എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് മറുപടി പറയുന്ന, അതിനനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വന്ന 24-ന് അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് ഇൻ്റർവ്യൂ ചെയ്തതെന്ന് ഞാൻ ഇന്നലെ കേട്ടത്. എനിക്കറിയില്ല, സത്യാവസ്ഥയൊന്നും അറിയില്ല, അങ്ങനെയാണ് ഞാൻ കേട്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഒരു പറച്ചിലിലോ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ ആളുകളുടെ പറച്ചിലിലോ അഴിഞ്ഞു വീഴാനുള്ള ഒന്നും എം എ ഷഹനാസ് എന്ന് പറയുന്ന വ്യക്തിക്കില്ല. ഞാൻ പാർട്ടിയിൽ എന്തൊക്കെയോ നേടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് പാർട്ടിയിൽ എന്തെങ്കിലും നേടണം എന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ചെയ്യുന്ന തെണ്ടിത്തരങ്ങൾക്ക് മിണ്ടാതിരിക്കണം. മിണ്ടാതിരുന്നാലേ എന്തെങ്കിലും നേടാൻ പറ്റൂ. മിണ്ടി പറഞ്ഞതുകൊണ്ട് എല്ലായിടത്തും ഇപ്പോൾ കോൺഗ്രസ് പാർട്ടീൻ്റെ അകത്ത് തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മളെ നോക്കുന്നത് കാണണം, നമ്മളെന്തോ തെറ്റ് ചെയ്ത പോലെ നോക്കുന്നത് കാണണം. അതല്ല ഇനി പുറത്ത് വിടാനുള്ള ചാറ്റുകളോ അങ്ങനെ എന്തെങ്കിലുമുള്ള സാധനങ്ങളാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആർമി ഇത് എപ്പോഴോ പുറത്തു വിടില്ലേ. ഇപ്പം അവൻ പറയുന്നത് ഈ സ്ത്രീകൾക്കൊക്കെ ഇവൻ ആരാ? കാമദേവനാ? ആരാണ് ഇവൻ? ഇവന് പിന്നാലെ എല്ലാ സ്ത്രീകളും അങ്ങോട്ട് പോവുമായിരുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ കോൺഗ്രസിനകത്ത് ഒരു കമ്മിറ്റി വെക്കട്ടെ. യൂത്ത് കോൺഗ്രസ് അടക്കം KSU അടക്കമുള്ള പെൺകുട്ടികൾക്ക് ഇവൻ ചൂഷണം ചെയ്തത് മറുപടി പറയാൻ വരട്ടെ. എങ്ങനെയാണ് ഒരു പെൺകുട്ടി പരാതിയുമായിട്ട് വരിക? ഞാൻ ഇപ്പോഴും പരാതിയായിട്ടല്ല വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് എന്താണ് ചാനലിൽ? ഞാൻ ഇത് മുൻപേ പറഞ്ഞിരുന്നു. പറഞ്ഞ ആളെ പേരും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ആൾ ഇന്നേ നിമിഷം വരെ അത് നിഷേധിച്ചിട്ടില്ല. നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോൺ ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഫോണാണ്. എല്ലാ ചാറ്റുകളും എൻ്റെ ഈ കയ്യിലുണ്ട്. ഈ കയ്യിലുള്ള സാധനത്തിനെ വെച്ചിട്ട് അവൻ പറയുന്നുണ്ടല്ലോ, ഇന്നലെ ഹാഷ്മി ചോദിക്കുന്നുണ്ട്, പിന്നെ ഒരു ചെറിയ ചോദ്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. നീ അയച്ച മെസ്സേജ്, നീ പറഞ്ഞ ശബ്ദം അത് എന്നോടും ബാക്കിയുള്ളവരോടും അല്ല, ഇവിടെ പറയാതെ അതിജീവിച്ച് വന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇരയല്ല. എനിക്ക് അവൻ്റെ ഇരയാവാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും അവൻ ഏതാണെന്ന് ഫസ്റ്റ് മുതലേ തിരിച്ചറിഞ്ഞ വ്യക്തിയായതുകൊണ്ടും അവനെ നിലയ്ക്ക് നിർത്തേണ്ടടുത്ത് നിർത്തിയിട്ടുണ്ട്. എന്നാലും കോഴികളുണ്ടാവില്ലേ? നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടോ? ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന സ്ത്രീകളുടെ ഇൻബോക്സ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എത്ര ഒരു 10 സ്ത്രീകളെ വിളിച്ച് നടത്തി 24 ഇപ്പം ഭയങ്കര ആക്റ്റീവായിട്ട് നടത്തുന്ന ഒരു ചർച്ച ഉണ്ടല്ലോ. ഒരു 10 സ്ത്രീകളെ നിർത്തിയിട്ട് ഈ കേരളത്തിലുള്ള എത്ര ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്, ഏതൊക്കെ സെലിബ്രിറ്റീസ് മെസ്സേജ് അയക്കുന്നുണ്ടെന്നൊന്ന് ചോദിച്ചു നോക്കൂ. ആ സ്ത്രീകൾക്ക് പറയാനുണ്ടാവും. എല്ലാവർക്കും എതിരെ പരാതിയും പറഞ്ഞു വന്നാൽ എന്താ ഇവിടുത്തെ അവസ്ഥ? ഒരു പുരുഷ കമ്മീഷനൊക്കെ നിലവിൽ വരാൻ പോവുകയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. സ്ത്രീകൾ പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞ് വലിയ വിപ്ലവ വാക്യങ്ങളുമൊക്കെ ആയിട്ട് സ്ത്രീകൾ മുന്നോട്ട് വരുന്ന സമയത്ത് സ്ത്രീകൾക്ക് എൻ്റെ അമ്മയാണ് എന്നെ വളർത്തിയത് എന്ന് പറയാൻ നാണമില്ലേ അവന്? നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണമെന്ന് സ്വന്തം അധികാരം ഉപയോഗിച്ച് ചോദിച്ച ഒരു MLA ആണ് രാഹുൽ മാങ്കൂട്ടം. അത് കണ്ടിട്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ പറഞ്ഞു വന്നത്. എനിക്ക് വേണ്ടിയിട്ടല്ല, മുഖമില്ലാതെ പുറത്ത് നിൽക്കുന്ന ഒരുപാട് അതിജീവിതമാരുണ്ട്. ഇന്നും ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? അവൻ ഇന്നലെ കുറേ സ്ത്രീകളെ പരാമർശിച്ചു. ആ സ്ത്രീകൾ ആരെങ്കിലും പേടിക്കാതിരിക്കാനാണ്. ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. അവൻ്റെ വീട്ടിലേക്ക് വരാൻ ഏത് സ്ത്രീകളാണ് വരുന്നതെങ്കിൽ ഞാൻ തയ്യാറാണ്. നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ വരികയാണെങ്കിൽ നാളെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിൽ പോയി അവൻ്റെ മുന്നിൽ, അവൻ്റെ അമ്മയുടെ മുന്നിൽ അവൻ ഈ പറഞ്ഞതിനെയൊക്കെ മുഖാമുഖം നോക്കി ചോദ്യം ചെയ്യാനും പറയാനും എനിക്ക് ഇന്നും ആർജവമുണ്ട്. ആ ആർജവമായിട്ട് തന്നെയാണ് ഞാൻ ഇത് മുന്നോട്ട് വന്നിട്ടുള്ളത്. എനിക്ക് എന്തെങ്കിലും അഴിഞ്ഞു വീഴാനുണ്ടെങ്കിൽ അതിൽ കൈവയ്ക്കരുത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ മുമ്പേ ജനിച്ച, അതിനേക്കാൾ അനുഭവ തീവ്രതയുള്ള MA ഷഹനാസിന് അറിയാം. അത് എന്നെ പഠിപ്പിക്കാൻ അവൻ വരണ്ട. നമുക്കറിയാം
എനിക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഇതിനെ കാണുന്നു, അല്ലെങ്കിൽ അങ്ങനെ വളച്ചൊടിക്കുന്നു എന്ന് പറയുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല പ്രശ്നങ്ങളെക്കുറിച്ചും അവരുടെ നേതാക്കന്മാരെക്കുറിച്ചും പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഈ വിഷയത്തിൽ എന്താണെന്ന് കൃത്യമായ ധാരണ എനിക്കുണ്ട്. അത് കോൺഗ്രസ് പാർട്ടിക്കുണ്ട്, KPCC പ്രസിഡന്റിനുണ്ട്, പ്രതിപക്ഷ നേതാവ് VD സതീശനുണ്ട്. അല്ലാതെ നിങ്ങളൊക്കെ എന്തെങ്കിലും പറയുമ്പോഴേക്കിനും അതിൻ്റെ ഉള്ളിൽ നിന്ന് അവനെ പുറത്താക്കാൻ മാത്രം പൊട്ടന്മാരല്ല കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന നേതാക്കന്മാർ. കൃത്യമായ തെളിവുണ്ട്. അവൻ ഇന്നലെ പറഞ്ഞല്ലോ, ഒരു നേതാവിൻ്റെ കോൺഗ്രസിൻ്റെ ഒരു നേതാവിൻ്റെ മകളെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ചൊക്കെ പറയുന്നു. അവരെക്കുറിച്ച് നിങ്ങൾ എന്താ ആലോചിക്കുക? എന്താ വേവലാതി അവന് സ്ത്രീകളെക്കുറിച്ച് ആലോചിച്ചിട്ട്? അവൻ ഇന്നലെ പുറത്ത് വിട്ട ഒരു എഡിറ്റ് ചെയ്യാത്ത വോയിസിൽ അവൻ വിളിക്കുന്ന തെറിയുണ്ട് ഒരു പെണ്ണിനെ. അവൻ ഗർഭിണിയായ ഒരു സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, നീ ഡ്രാമ കളിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവൻ സ്ത്രീകളോട് ബഹുമാനമാണ് അത്രേ, അവൻ്റെ അമ്മ വളർത്തിയ ഇതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി അവൻ ഇനി എവിടെയാണോ മത്സരിക്കുന്നത് അവനെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഇനിയും ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അവൻ എന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവൻ കാണിച്ചു തരട്ടെ, ഞാൻ റെഡിയാണ്. ഏത് രീതിയിലുള്ള അവൻ്റെ സൈബർ കമ്മികളുടെ എന്ന് ഞാൻ പറയുന്നില്ല, കൊങ്ങികളുടെ ഒരു വേട്ടയാടലിനും ഷഹനാസ് നിന്നു കൊടുക്കാൻ തയ്യാറല്ല. എൻ്റെ ഫേസ്ബുക്കിൽ എൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് എന്നെ വളരെ മോശപ്പെടുത്തി പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ജനിച്ച് വളർന്ന് കോഴിക്കോട് തന്നെ ജീവിക്കുന്ന, കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. എനിക്കറിയാം ഇവന്മാരൊക്കെ എന്താണെന്നും ഇവന്മാരൊക്കെ എവിടെ നിർത്തണമെന്നും എനിക്കറിയാം. ഞാൻ അങ്ങനെ പറയാൻ തുടങ്ങുകയാണെങ്കിൽ എത്ര ആൾക്കാരെ ഞാൻ പറയണം, എത്ര ആൾക്കാരെ ഞാൻ പരാതിപ്പെടുത്തണം, എത്ര ആൾക്കാരുടെ സ്ക്രീൻഷോട്ട് ഞാൻ ഇടണം എന്ന് എനിക്കറിയാം. എന്നെപ്പോലെ എത്ര സ്ത്രീകളുണ്ടെന്ന് എനിക്കറിയാം. അവൻ ഹണി ഭാസ്കറിന് മെസ്സേജ് അയച്ചു. ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികയായ എഴുത്തുകാരിയായ ഹണി ഭാസ്കറിന് അവൻ മെസ്സേജ് അയച്ചത് എന്തിനാണെന്നറിയോ? ശ്രീലങ്കയിൽ യാത്ര പോകുന്നത് എങ്ങനെയാണെന്നറിയാൻ. കേരളത്തിലെ ഒരു MLA ആയ ഒരു യുവ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിന് ശ്രീലങ്കയിൽ പോകണമെങ്കിൽ ഹണി ഭാസ്കറിൻ്റെ ഇൻബോക്സ് പോകണം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വിചിത്രമായ ഒരു കാര്യം. അവനറിയില്ല എങ്ങനെയാണ് ശ്രീലങ്കയിൽ പോകാന്നുള്ളത്. അത് ഹണി ഭാസ്കരൻ പറഞ്ഞു കൊടുത്താലേ അത് അവനെ അറിയുള്ളൂ. ഇത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത പൊട്ടന്മാരാണോ കേരളത്തിലെ ജനങ്ങൾ? ഇവിടെ കിടന്ന് എൻ്റെ ഇൻബോക്സിന് താഴെ കമൻ്റ് ഇടുന്ന ആളുകൾ അവരവരുടെ വീട്ടിൽ കൊണ്ടുപോയി അടുപ്പിക്കുമോ? ഞാൻ പറയട്ടെ, അവന് ലൈംഗിക വൈകൃതമുള്ളൊരു മനുഷ്യനാണ്. നിങ്ങൾ കൊണ്ടുപോയി വല്ല ഡോക്ടേഴ്സിനെയും കാണിക്കാൻ റെക്കമെൻഡ് ചെയ്യണം. പൈസ വാങ്ങി ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഹാഷ്മിക്ക് പറയായിരുന്നു, നിനക്ക് ഈ ലൈംഗിക വൈകൃതമൊക്കെ ഉണ്ട്, നിനക്ക് പോയിട്ട് ഒരു ഡോക്ടറെ കണ്ടൂടെ എന്ന് ചോദിക്കണം. കാരണം അതാണ് അവനെന്ന് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം ചിലപ്പം എന്താ പറയുക, സിനിമയിലുള്ള അതിജീവിതയുടെ ഒരു വിഷയത്തിൽ ദിലീപിനെ വെറുതെ വിട്ടതുപോലെ അധികാരം ഉപയോഗിച്ച് പണം ഉപയോഗിച്ച് ചിലപ്പം വെറുതെ വിടുമായിരിക്കാം. എന്നിരുന്നാൽ കൂടിയും ഇവിടെയുള്ള സ്ത്രീകളുടെ മനസ്സിൽ ഇവൻ മെസ്സേജ് അയച്ച ഒരുപാട് സ്ത്രീകളുണ്ട്. ഒന്നൊന്നല്ല, ഞാൻ പറയട്ടെ, നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്ത് ഇവൻ ഞാനിപ്പോഴാണ് അറിയുന്നത് ഇവൻ ഇത്രയും പീഡകനാണ്. ഇവൻ കോടിയാണെന്ന് മാത്രമേ ഞാൻ ജഡ്ജ് ചെയ്തിട്ടുള്ളൂ. കോടിയാണെന്ന് പറഞ്ഞിട്ടും ഞാൻ KSU അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള ഇവിടെ ഞാൻ നിൽക്കുന്ന പബ്ലിഷിംഗ് മേഖല അടക്കമുള്ള ഇടങ്ങളിലേക്ക് സ്ത്രീകൾ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എഴുത്തുകാരിയായിട്ടുള്ള സ്ത്രീകൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന MLA യോട് പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, നമ്മുടെയൊക്കെ യുവജന സംഘടനയായ KSUവിലും യൂത്ത് കോൺഗ്രസിലും പെൺകുട്ടികൾ വരണമെന്നുണ്ടെങ്കിൽ ഇവനെ പോലെയുള്ള ഒരാളെ വെക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ട് അത് പരാതിയായിട്ട് പറയുന്നതല്ല. ഞാൻ ഷാഫി പറമ്പിലുള്ള സൗഹൃദത്തിൽ പറഞ്ഞത് തന്നെയാണ്. ഇന്നലെ അവൻ പറയുന്നുണ്ട് പറയട്ടെ എന്നുള്ള പരാതിയായിട്ട് ഞാൻ കൊടുത്തിട്ട് ഒരു സ്ഥലത്തും ഇന്ന് കേരളത്തിൽ ഒരു പരാതിയായിട്ട് കൊടുത്തിട്ട് നീതി കിട്ടില്ല എന്ന് ഉറച്ച വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരെങ്കിലും ആയിരിക്കണം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരാളും അല്ല. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എന്നെ സംരക്ഷിക്കാനോ ഞാൻ പറഞ്ഞത് കേൾക്കാനോ ഒരു കാലത്തും ആരും ഉണ്ടായിട്ടുമില്ല. എന്നിട്ടും ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മതേതരത്വമായിട്ടുള്ള ഒരു ആത്മസമർപ്പണമാണ്. ഇത്രയും എനിക്ക് കോൺഗ്രസ്സിൽ എന്തെങ്കിലും ആവാനാണെങ്കിൽ ഇവരെ പോലെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്ത്, നിങ്ങൾക്കറിയാം യുവ നേതാക്കന്മാരിൽ ഈ കോൺഗ്രസ്സിനകത്തെ ഏറ്റവും സ്വാധീനമുള്ള ആളുകളെക്കുറിച്ച് തുറന്നു പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് അതിൽ എന്തെങ്കിലും ആവണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ എനിക്കിതൊന്നും പറയാതെ മിണ്ടാതെ ഇരിക്കാം. അത് ഞാനെന്ന സ്ത്രീയെ, ഞാനെന്ന എഴുത്തുകാരിയെ കളങ്കപ്പെടുത്തുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പ്രതികരിച്ച് വന്നിട്ടുള്ളത്. അത് എൻ്റെ ഭർത്താവല്ല, ഞാൻ ഇപ്പോഴും പറയുന്നു, എൻ്റെ ഭർത്താവല്ല, എൻ്റെ മകനല്ല, എൻ്റെ ഉപ്പ വന്നാലും ഒരു സ്ത്രീയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അവർക്കെതിരെ നിൽക്കൂ.
ഞാൻ ആ പെണ്ണിനൊപ്പേ നിൽക്കൂ എന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുത്ത തീരുമാനമാണ്. അത് എല്ലാ കാലത്തും. എന്നെക്കുറിച്ച് മോശം പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, കോൺഗ്രസിനകത്തുള്ള സ്ത്രീകളുണ്ട്, അഡ്വക്കേറ്റുമാരായിട്ടുള്ള സ്ത്രീകളുണ്ട്. ഇവർക്കൊന്നും ഇവനെ അറിയാഞ്ഞിട്ടല്ല. ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും ഇവൻ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ 100% എനിക്ക് ഉറപ്പാണ്. ഇവൻ ഒരു സ്ത്രീ എന്ന ഒരു തോന്നൽ മതി ഒരു പെണ്ണിൻ്റെ അടുത്ത് പോയി അപ്രോച്ച് ചെയ്യാമെന്ന് ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അവനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് അറിയാം. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ആളാണ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് അതിൻ്റെ ഭാരവാഹികൾ ഹരിത ബാബു അങ്ങനെ തുടങ്ങിയ കുറച്ച് ആളുകളുണ്ട്. ആ പോസ്റ്റ് ഞാൻ ഇന്നും പിൻവലിച്ചിട്ടില്ല. ഞാൻ പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രസിഡന്റ് വരികയാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം പ്രസിഡന്റായിട്ട് വരികയാണ്. ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹത്തെ വെക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ പാർട്ടി ഭാരവാഹിയായി നിൽക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ എനിക്ക് അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിച്ചിട്ടുണ്ട്. ഞാൻ പരസ്യമായിട്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ. ഇന്നും ആ പോസ്റ്റ് ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല. അതെടുത്തിട്ട് കൊണ്ടുപോയി ഞാൻ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയല്ല, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതിനെ കുറിച്ചാണ് ഞാൻ കോൺഗ്രസ് ഭാരവാഹിയായി ഞാൻ എഴുതുന്നത്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡനത്തിന് നാട് മുഴുവൻ ഓടിച്ചിട്ടിട്ട് പിടിച്ച ആ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഓടിച്ചിട്ട് പിടിച്ചു എന്നതിനല്ല ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസിൻ്റെ സമരത്തിൽ ആ വിഷയത്തിൽ ആ വ്യക്തിനെ വീട് വളഞ്ഞ അറസ്റ്റ് ചെയ്യൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ അവനെതിരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ലൈംഗിക വൈകൃതം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അദ്ദേഹം സാധാരണ നിങ്ങൾക്ക് കോഴികളെ അറിയാം, കോഴികളായിട്ടുള്ള ആണുങ്ങളെ അറിയാം. സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ ഇട്ടാൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ അവരൊന്നും പറയില്ല, ഇൻബോക്സിൽ വന്നിട്ട് പറയും. നിങ്ങൾക്ക് സ്ത്രീകളായിട്ടുള്ളവിടെയുള്ള ആളുകൾക്ക് പരിചയം ഉണ്ടാവും. അവർ വന്നിട്ട് പറയും നല്ല ശരീരമാണല്ലോ, നല്ല അത്തരത്തിലുള്ള കമൻറ്റുകൾ അടിക്കുന്ന നിങ്ങൾ ഈ പരിശോധിച്ച് നോക്കിയാൽ ഞാൻ ഇട്ട ഓരോ സ്റ്റാറ്റസും എൻ്റെ ഫോട്ടോയ്ക്കും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഇട്ടിട്ടുള്ള കമൻറ്റുകളുണ്ട്. ഞാനൊരു ഭാര്യയാണ്, ഞാൻ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിലും ഞാൻ ഇക്കാലം അത്രയും രാഹുൽ മാങ്കൂട്ടത്തിനെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. വളരെ മാന്യമായിട്ട് അവൻ എന്ത് സ്ക്രീൻഷോട്ടോ എന്ത് ചാറ്റ് പുറത്തു വിട്ടാലും വളരെ മാന്യമായിട്ട് അവൻ എന്നോട് കാണിക്കുന്ന വൃത്തികേടുകൾക്ക് പോലും ഞാനത് എനിക്ക് അറിയില്ല എന്നുള്ള ഭാവത്തിൽ അവനിടുന്ന നമ്മളിടുന്ന ഫോട്ടോയ്ക്ക് ഇടുന്ന കമൻസുകളുണ്ട്, സ്റ്റാറ്റസുകൾക്ക് ഇടുന്ന നിങ്ങൾ പറയുന്ന വൈറ്റ് ലവ് ഒന്നുമല്ല, അതിനപ്പുറം ഇടുന്ന ഞാൻ റെഡിയാണ്. ഞാൻ ഇന്ന് വരെ ഒരു മനുഷ്യൻ്റെയും സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ പുറത്തു വിട്ടിട്ടില്ല. എനിക്ക് പറയാനുള്ളത് ചെയ്യാറുള്ളത്. ഞാൻ ഏത് പരിശോധനയ്ക്കും എൻ്റെ ഈ ഫോൺ തയ്യാറാക്കാൻ റെഡിയാണ്. അവൻ എനിക്ക് അയച്ചിട്ടുള്ള ഞാൻ സാരി ഉടുത്ത് ഇട്ടിട്ടുള്ള എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോയ്ക്കൊക്കെ അവൻ എന്നോട് പറഞ്ഞിട്ടുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിന്നെ പോലെയുള്ള ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. അവരുടെ കൂട്ടത്തിലേ നിന്നെ ഞാൻ പെടുത്തുന്നുള്ളൂ, എനിക്ക് എത്ര ആളുകളെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് ഇവൻ ഞാനുള്ള പാർട്ടിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുകയാണ്, MLA ആയിരിക്കുകയാണ്, ഞാൻ അതിൽ ഇടപെടുന്ന ഒരാളാണ്. അങ്ങനെയുള്ള പീഡകരെ മുന്നോട്ട് കൊണ്ടുവരരുത് എന്ന് പറയുമ്പോഴും അവൻ അതിൻ്റെ അകത്ത് ശക്തനായിട്ട് നിൽക്കുകയാണ്. ഞാൻ പറയട്ടെ, ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ഷാഫി പറമ്പിലിൻ്റെ കമ്മിറ്റിയിൽ ലിറ്ററേച്ചർ സ്റ്റേറ്റ് ചെയർപേഴ്സൺ ആയിരുന്നു. എന്നെ ഒന്ന് അനങ്ങാൻ പോയിട്ട് ഒരു ആക്ടിവിറ്റി അതിൽ മാഗസിൻ അടക്കമുള്ള പ്രപ്പോസൽ ഞാൻ ഷാഫി പറമ്പിലിന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നത് കള്ളമാണെങ്കിൽ ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകൾ അതിനെ നിഷേധിക്കണം. ഷാനാസ് പറയുന്നത് കള്ളാണെന്ന്. പക്ഷേ ഞാൻ രാഹുൽ മാങ്കൂട്ടം പ്രസിഡന്റ് ആയിരിക്കുന്ന യൂത്ത് കോൺഗ്രസിൽ ഞാനില്ല. ഞാൻ ആ ഭാരവാഹിത്വം എന്നിട്ടും ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ലിറ്ററേച്ചർ സ്റ്റേറ്റ് ചെയർപേഴ്സൺ ആവുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം അതിലുണ്ട്, എന്തോ ജനറൽ സെക്രട്ടറി എന്തോ ആണ്. ആ സമയത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തണമെന്ന് അവൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് അത് തന്നെയാണ്. എങ്ങനെ ഒരു സ്ത്രീയെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്നാണ് അവൻ ശ്രമിക്കുന്നത്. എൻ്റെ പാഷൻ എഴുത്താണ്, എൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് ലിറ്ററേച്ചറാണ്. ആ ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്താൻ നിലമ്പൂർ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് അബോർഷന് ഗുളിക വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളുടെ ഒരു ഭാര്യയാണെങ്കിൽ കാമുകയാണെങ്കിലും നിങ്ങൾ അത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ എത്രമാത്രം മാനസിക സമ്മർദ്ദത്തിലായിരിക്കും. ഞാൻ ഇപ്പോഴാണ് അതിനെക്കുറിച്ച് ആലോചിക്കുക, എനിക്കറിയില്ല. ആ സമയത്ത് അവൻ എന്നോട് പറയുകയാണ്, ലിറ്ററേച്ചർ ഫെസ്റ്റിന് കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ഷഹനാസിനെ കാണണം. ഇവൻ എന്തിനാ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റ് എടുത്തിരുന്നതെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. എന്തുകൊണ്ടാണ് അവിടെ ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ ഒരു മീറ്റിംഗ് പോലും ഷഹനാസ് ഇല്ലാത്തത്? ഇവൻ ലിറ്ററേച്ചർ ഫെസ്റ്റിൽ നിന്ന് ഇങ്ങോട്ടാണ് പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് അവനോട് ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്ക് യൂത്ത് കോൺഗ്രസിൽ ഭാരവാഹിത്വം ഇല്ല. ഞാൻ ഒരു ഭാഗമല്ല രാഹുൽ മാങ്കൂട്ടം പ്രസിഡന്റ് ആവുമ്പോൾ.
ഷാഫി പറമ്പിലുള്ള, അപ്പോൾ ഷാഫി പറമ്പിലിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തണം, മാഗസിൻ വരണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ലാന്ന് അവർ പറയട്ടെ. എന്റെ എങ്ങനെ സുഹൃത്ത്? ഈ ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തണം എന്ന് പറയുമ്പോൾ എന്റെ സുഹൃത്താവും അവൻ. എന്റെ അടുത്ത സുഹൃത്താ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത സുഹൃത്താണെന്ന് പറയാൻ എനിക്ക് നാണക്കേടാണ്. എന്റെ അടുത്ത സുഹൃത്തല്ല അവൻ. ഞാൻ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നതിൽ പോലും വളരെ സൂക്ഷിച്ച് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഒരു അടുത്ത സുഹൃത്തല്ല രാഹുൽ മാങ്കൂട്ടം. അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തണം എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തായതുകൊണ്ടാണ് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കർഷക സമരം നടക്കുന്ന സമയത്തും അവൻ കാണിക്കട്ടെ. അവൻ്റെ വാട്സപ്പിൽ അവൻ എനിക്ക് അയച്ച മെസ്സേജ് എടുത്തിട്ട് അവന് കാണിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ അവൻ കാണിക്കട്ടെ. ഓൻ ഹിസ്റ്ററി എടുക്കട്ടെ. അവനെടുക്കാൻ പറ്റുമല്ലോ. അവൻ എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് അവൻ എങ്ങനെയാണ് പറയുക? കള്ളം പറയാണ് രാഹുൽ മാങ്കൂട്ടം. എന്നോട് പറയാണ് കർഷക സമരത്തിന് പോയത് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, എന്തേ നമ്മൾ യൂത്ത് കോൺഗ്രസിൻ്റെ ടീം പോകുന്നുണ്ടോ? അല്ല, നമുക്ക് രണ്ടാക്കും ഒറ്റയ്ക്ക്. എനിക്ക് താല്പര്യമില്ല രാഹുൽ മാങ്കൂട്ടം. ഞാനത് പറഞ്ഞ് നിർത്തിയ സാധനമാണ്. അങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന എത്ര മനുഷ്യരുണ്ട് എന്ന് നിങ്ങൾക്കറിയോ? നിങ്ങളോട് പ്രണയമുണ്ട് എന്ന് പറഞ്ഞു വരുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. പറഞ്ഞു തുടങ്ങിയാൽ ഞാൻ പറയുന്നില്ല, കേരളത്തിൽ നമ്മൾ ആരെയൊക്കെ കുറിച്ച് പറയേണ്ട ഗതികേടുണ്ട് സ്ത്രീകൾക്ക്. എനിക്ക് മാത്രമൊന്നുമല്ല, നിങ്ങളൊരു 10 സ്ത്രീകളെ എടുത്ത് നിർത്ത്, സംസാരിപ്പിക്കേ. അവർ പറയും ആരൊക്കെ എന്തൊക്കെ പറയുന്നുവെന്ന്. സ്ത്രീകളെ ഇന്നും കമ്മോഡിറ്റി ആയിട്ട് അല്ലെങ്കിൽ ലൈംഗിക വസ്തുവായിട്ട് കാണുന്ന സമൂഹത്തിന് മുന്നിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവൻ പറഞ്ഞ വോയിസ്, ഒരു നിന്നെ കൊല്ലം എനിക്ക് എത്ര സമയം വേണമെന്ന് ചോദിക്കുന്ന വാക്കുകൾ, അതല്ലെങ്കിൽ ഇന്നലെ പറയുന്ന തെറി വാക്കുകൾ, തെറി അങ്ങേ അറ്റം. ഒരു MLA പറയാണ്, ഒരു MLA ഒരു നാട്ടിൽ ഒരു ജനങ്ങളുടെ ഒരു സ്ത്രീ പുരുഷ ഭേദമന്യേ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട ഒരു മനുഷ്യൻ വിളിക്കുന്ന തെറികൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു ചോദ്യം നിങ്ങൾ ചാനലുകാർ ഇന്നലെ ചോദിച്ചോ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഈ കേസിനെ കുറിച്ച്, കേസ് നിൽക്കുന്ന കാര്യത്തെക്കുറിച്ച് അവനൊന്നും പറയാൻ വയ്യ. ഞങ്ങൾ മുഖം കാണിച്ച് വന്ന ആളുകളാണ്. ഞാൻ MA ഷഹനാസ്, എനിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതിനെതിരെ പരാതിപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഞാൻ പരാതിപ്പെട്ടിട്ടില്ല. അവനെ ഡീൽ ചെയ്യാൻ, അവനെ പോലുള്ള കോഴികളെ ഡീൽ ചെയ്യാൻ അറിയാതെ ഞാൻ ഈ സമൂഹത്തിൽ പ്രത്യക്ഷത്തിൽ നിന്നിട്ട് കാര്യമില്ല. ഞാൻ അവനെ പോലെയുള്ള കോഴികളെ ഡീൽ ചെയ്ത് നല്ല പരിചയമുണ്ട്. അങ്ങനെ തന്നെ പറഞ്ഞു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് അവൻ പറയാണ്, എന്താ പറയുക, ഈ മുഖം കാണിച്ച് അവൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ വരുന്നത് എന്തെങ്കിലും നേട്ടത്തിനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മുഖം കാണിക്കാതെ കരഞ്ഞിരിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്, ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇനിയും ഞാൻ അങ്ങനെ തന്നെ പറയൂ. ഇപ്പോഴും നിങ്ങളൊക്കെ എന്ത് നിയമത്തിൻ്റെ കാര്യം പറഞ്ഞാലും അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് അവരെ ഗർഭിണിയാക്കി അവരുടെ ഗർഭം നശിപ്പിച്ച് കളഞ്ഞ ഒരു ക്രൂരനായ ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അടയാളപ്പെടുത്തുന്നത്. ഞാൻ ഇപ്പോഴും പാർട്ടി ഭാരവാഹിയാണ്. എന്നെ ഒരു മുതിർന്ന നേതാവും ഈ നിമിഷം വരെ ഷഹനാസിനോട്, നിങ്ങൾ പറഞ്ഞല്ലോ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന വ്യക്തി അതിജീവിതനൊപ്പം എന്ന് പറഞ്ഞിട്ട് പരസ്യമായി പറഞ്ഞിട്ടുള്ളൊരു സ്ത്രീയാണ്. അവരോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് പാർട്ടി. എൻ്റെ പാർട്ടിയിൽ എനിക്കുള്ള അഭിമാനം അതാണ്. അവരോട് വിശദീകരണം ചോദിച്ചു എന്നും അവർ തന്നെ പറഞ്ഞിട്ട് അതിന് വിശദീകരണം കൊടുത്തു എന്നും അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പാർട്ടിയിൽ ഞാൻ ഇന്നും KPCCയുടെ ഒരു പോഷക സംഘടനയായ സംസ്കാര സാഹിത്യയുടെ ഭാരവാഹിയാണ്. എന്നോട് ഒരു മുതിർന്ന നേതാവ് വിശദീകരണം ചോദിക്കുകയോ നീ പറഞ്ഞത് ശരിയായില്ല എന്ന് പറയുകയോ നീ ഈ സ്ഥാനത്ത് നിൽക്കാൻ അർഹയല്ല എന്ന് പറയുകയോ ചെയ്തിട്ടില്ല. ചെയ്താലും അത് ഞാൻ സ്വീകരിക്കും എന്നുള്ള മനോഭാവത്തോട് കൂടിയിട്ട് പ്രതികരിക്കാൻ വന്ന ഒരാളാണ് ഞാൻ. അല്ല, എന്നെ വിളിച്ചിട്ട് ഷഹനാസെ എന്താ പറയുക, നീ പറഞ്ഞത് നന്നായി അങ്ങനെയൊന്നും ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. എനിക്ക് എല്ലാ കാലത്തും പാർട്ടി എന്നല്ല എല്ലാ ഇടങ്ങളിലും നമ്മൾ സ്ത്രീകൾ പരാതി കൊടുക്കുമ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പാർട്ടിക്കകത്തും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്ന ഞാൻ എന്നെ പലരും ഇവിടെ കോഴിക്കോടുള്ള പലരും പറയാണ്, നീ DCC സെക്രട്ടറി ലിസ്റ്റിലുണ്ട്, നീ വരണം എന്നുണ്ടെങ്കിൽ. DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ DCC സെക്രട്ടറി ആയിട്ട് വരണമെങ്കിൽ VR സുധീഷ് എന്ന് പറയുന്ന എഴുത്തുകാരനെതിരെ നീ കൊടുത്ത പരാതി നീ പിൻവലിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു സ്ത്രീയാണ്, ഞാനിവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ശക്തി എന്ന് പറയുന്നത് അക്ഷരങ്ങളാണ്.
ഞാൻ എഴുത്തിലൂടെ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതെന്നെ ഒരു പാർട്ടി പുറത്താക്കിയാലും എന്നെ പിടിച്ച് എന്താ പറയുക പാർട്ടി ഭാരവാഹിത്വത്തിൽ നിന്ന് പുറത്താക്കിയാലും ഞാൻ എന്താ പറയുക അനുഭവിച്ചു വന്ന എനിക്ക് സത്യസന്ധമായി പറയാനായിട്ടുള്ള ഒരു കാര്യങ്ങളും പറയാൻ ഒരു ഇടം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് പാർട്ടി വഴി ഉണ്ടാക്കിയെടുത്തിട്ടല്ല ഉള്ള ഒരാളല്ല ഞാൻ പറയും. അത് എല്ലാ കാലത്തും ഞാൻ പറയും. ഞാൻ മുന്നോട്ട് പറഞ്ഞുകൊണ്ട് തന്നെ പോകും. ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടം എവിടെയാണ് അവൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ പോയിട്ട് പോലും ഞാൻ ഓരോ സ്ത്രീയെയും കണ്ട് സംസാരിക്കും എന്നുള്ളത് എൻ്റെ വെല്ലുവിളിയാണ്. ഞാൻ പോകും. ഞാനടക്കമുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്, സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരെ ഒക്കെ കൂട്ടിയിട്ട് ഓരോ കുടുംബത്തിലെയും സ്ത്രീകളെ കണ്ട് ആ സ്ത്രീകൾക്കുള്ള അവനെപ്പോലെ ഒരാൾ അധികാരത്തിൽ ഇനി വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ അവനടക്കമുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഏതോ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ്. നിങ്ങൾക്ക് പരിശോധിക്കാം, എനിക്ക് എത്രയോ പൈസ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാം. ഞാൻ സുതാര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് രേഖകളാണോ വേണ്ടത്, എൻ്റെ വാട്സപ്പ് ചാറ്റാണോ വേണ്ടത്, എൻ്റെ മൊബൈലാണോ വേണ്ടത്, അത് പോലീസിനാണോ നിങ്ങൾക്കാണോ തരാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് ഒരു പേടിയുമില്ല, ഒരു സംശയവുമില്ല. കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രാധാന്യമായി നിൽക്കുന്ന യുവ നേതാക്കൾക്കെതിരെയാണ്. എനിക്ക് നഷ്ടപ്പെടും എന്നുറപ്പിച്ചിട്ട് തന്നെ പറഞ്ഞ ആളാണ്. അങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെടുന്നതിനെ പേടിച്ച് ജീവിക്കുന്ന ഒരാളല്ല ഞാൻ അങ്ങനെ എന്തെങ്കിലും നേട്ടത്തിനോ എന്തെങ്കിലും ലാഭത്തിനോ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഇതൊന്നും മിണ്ടാതെ ഏതെങ്കിലും നേതാവിൻ്റെ പെട്ടി തൂക്കി നിൽക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണായിട്ട് മാറും. അങ്ങനെ ഒരു പെണ്ണായിട്ട് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എന്നെ അടയാളപ്പെടുത്തില്ല. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എന്നെ സ്ത്രീയെ അടയാളപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ ആയിരിക്കുമെന്ന് ഞാൻ ഇത്രയും കാലമുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ എൻ്റെ മുന്നിലൊന്ന് ഇരിക്കട്ടെ. രാഹുൽ മാങ്കൂട്ടം ഇന്നലെ ചാനലിൽ ഇരുന്ന് അതായത് മുഖം കാണിച്ച് വന്ന് പറഞ്ഞിട്ടുള്ള പീഡിക്കപ്പെടാത്ത കുറേ സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾക്കെതിരെയാണ് ഇന്നലെയൊക്കെ രാഹുൽ മാങ്കൂട്ടം വന്ന് പറഞ്ഞത്. അതായത് കേസിനെ കുറിച്ച് അവന് പറയാൻ പറ്റില്ല, ഒരക്ഷരം പറയാൻ പറ്റില്ല, അവൻ്റെ വോയിസിനെ പറയാൻ പറ്റില്ല, അവൻ ഗർഭിണിയാക്കാന്ന് പറഞ്ഞ മെസ്സേജിനെ കുറിച്ച് അവൻ പറയാൻ പറ്റില്ല, ഒക്കെ അവൻ പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് അവൻ ഇന്നലെ വന്നത് എന്നുള്ളത് വ്യക്തമായി. ഈ കേരളത്തിൻ്റെ ഒരു അന്തരീക്ഷം എന്താണ്? അതായത് ഷഹനാസ് എന്ന് പറയുന്ന വ്യക്തി ബാക്കി ഉള്ള പേരുകളിലുള്ള വ്യക്തികളും സ്വന്തം മുഖം കാണിച്ചിട്ടാണ് ഇവനിങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് വന്നിട്ടുള്ളത്. അത് ആ സമയത്ത് ഒന്നും നിരാകരിക്കാതെ ഇപ്പം വന്നിട്ട് അവന് ശക്തമായിട്ട് തിരിച്ചു വരാനുള്ള ഒരു PR വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പെടുത്തലിന് പെടാൻ ഞാൻ തയ്യാറല്ല. അവൻ പറഞ്ഞ കള്ളത്തരങ്ങൾക്ക്, അവൻ വളച്ചൊടിച്ച കാര്യങ്ങൾക്ക് എനിക്ക് നിങ്ങളെ മുന്നിൽ ഉത്തരം പറയാൻ പറ്റില്ല. എൻ്റെ മുന്നിലിരിക്കാൻ രാഹുൽ മാങ്കൂട്ടം അവൻ പറഞ്ഞല്ലോ സ്ക്രീൻഷോട്ട് വിടാൻ ഞാൻ തയ്യാറാണെന്ന്. ഞാൻ അവൻ്റെ മുന്നിലിരുന്ന് സംസാരിക്കാൻ തയ്യാറാണ്. അവൻ പറഞ്ഞിട്ടുള്ള വളച്ചൊടിക്കലിന് അവൻ തയ്യാറാക്കി വന്ന ചോദ്യങ്ങൾക്ക് അവൻ്റെ മുന്നിലിരുന്ന് എനിക്ക് സംസാരിക്കണം. അത് അവൻ്റെ വീട്ടിലായപ്പോൾ ഞാൻ തയ്യാറാണ്. അവൻ ഇന്നൊരു കാര്യം പറയട്ടെ, അവൻ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിച്ചാൽ എവിടെ മത്സരിച്ചാൽ എനിക്കെന്താ? എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഞാൻ രാഹുലിനോട് ഞാൻ ഇതിനെ ഒന്നും നിർവചിക്കാൻ പറ്റുന്ന ഒരാളെയല്ല പാർട്ടിയിൽ. രാഹുൽ നീ പാലക്കാട് മത്സരിക്കണമെന്നോ അല്ലെങ്കിൽ എനിക്ക് വ്യക്തിപരമായിട്ട് വിരോധമുള്ള ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം. പണ്ടേ വിരോധമുള്ള ഒരാൾ തന്നെയാണ്. അവനാ പറയുന്നത് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു ഷഹനാസ് എന്ന്. എനിക്കതിൽ വളരെ ഇടയ്ക്ക് വന്നിട്ട് ലിറ്ററേച്ചർ ഫെസ്റ്റിന് എൻ്റെ ഫേസ്ബുക്കിലുള്ള എൻ്റെ ഫോട്ടോ കാണുമ്പോൾ അവനെന്തെങ്കിലും ഫീല് തോന്നുന്നുണ്ടെങ്കിൽ, അവൻ്റെ ലൈംഗിക വൈകൃതം കൊണ്ട് ഫീല് തോന്നിട്ട് എന്നോട് വന്ന് ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്താൻ പറയുന്നത് അവൻ എൻ്റെ സുഹൃത്തായതുകൊണ്ടല്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധമൊക്കെ എനിക്കുണ്ട്. അവനെക്കാളും കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ജനിച്ച ആളാണ് ഞാൻ. അവനെക്കാളും തീവ്രമായ അനുഭവങ്ങളിലൂടെ ജീവിച്ചു വന്നൊരു സ്ത്രീയാണ് ഞാൻ. മനസ്സിലായോ? അവനെ എന്നെ എന്താ പറയുക വന്നിട്ട് ഷഹനാസ് എന്ന് 24 ചാനലിൽ വന്നിരുന്ന് ഡയലോഗ് അടിച്ചാൽ തകർന്ന് വീഴാൻ ഷഹനാസിനൊന്നുമില്ല. ഷഹനാസ് അവന് മെസ്സേജ് അയച്ചുവെന്നും കൃത്യമായ ധാരണയുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണാൻ നിൽക്കുന്നത്. അതിന് ഞാൻ തയ്യാറാണ്. ഇന്നും ഞാൻ പറയുന്നു, ഹാഷ്മിക്ക് മുന്നിൽ ഇരുന്നവർ, ഞാൻ ഹാഷ്മിനെ പോലെ വലിയ ഇൻ്റർവ്യൂവർ ഒന്നല്ല, പക്ഷെ ഞാൻ ഒരുപാട് ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എൻ്റെ മുന്നിലൊന്ന് നിങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഫോൺ എൻ്റെ കയ്യിലോ നിങ്ങളുടെ കയ്യിലോ തന്നിട്ട് ഇരിക്കാൻ രാഹുൽ മാങ്കൂട്ടം തയ്യാറാവട്ടെ. ഞാൻ റെഡിയാണ്, ഞാൻ സംസാരിക്കാൻ റെഡിയാണ്. ഇനി അവൻ ചാനലിൽ വരുന്നില്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ പോകാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഈ പറയുന്നത് സ്ത്രീകളോടാണ്. നിങ്ങൾ ആരെയായി പേടിക്കുന്നത്? ഇവൻ വന്ന് പറയുന്ന പേരിനെയോ ഇവൻ കുറേ പറഞ്ഞ പേരുകളിലുള്ള പെൺകുട്ടികളോടൊക്കെ ഞാൻ പറയുന്നത്, ഇവൻ്റെ വിചാരം ഇവൻ എന്തോ ഒരു കാമദേവനാണെന്നാണ്. എല്ലാ കേരളത്തിലുള്ള സ്ത്രീകളും ഇവൻ്റെ പിന്നാലെയാണെന്ന് അപ്പം വരുത്തി തീർക്കുന്നത്. ഇവൻ അയച്ച വോയിസും എല്ലാം പ്രത്യക്ഷത്തിൽ നിൽക്കുമ്പോൾ ഒരു ചോദ്യം പോലും ചോദിക്കാൻ കഴിവില്ലാതെ ഹാഷ്മി എന്ന് പറയുന്ന ജേർണലിസ്റ്റ് അവിടെ ബബ്ബബ്ബ അടിക്കുന്നത് കണ്ടിട്ട് ലജ്ജ തോന്നുകയാണ് എനിക്ക്. വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ഒരു മനുഷ്യനാണ് ഹാഷ്മി.
അയാൾ എന്താ പറയുന്നത് അവിടെ? അയാൾക്ക് ചോദിച്ചൂടെ? ഇന്നലെ പുറത്ത് വന്ന വോയിസിൽ ഒരു എഡിറ്റിങ്ങും ഇല്ലാതെ അവൻ പറയുന്ന ഒരു ജനപ്രതിനിധിയാണ് അയാൾ. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്ക് ഞാൻ നിയമം അനുശാസിക്കുന്നതേ ചെയ്യുന്നുള്ളൂ എന്ന് വീരപ്രതിവാദം നടത്താൻ സാധിക്കുന്നത് എങ്ങനെയാണ്? അയാളൊരു MLA ആണ്. ഒരു പ്രശ്നം തീർക്കാൻ ഒരു വീട്ടിൽ പോയിട്ട് ആ പെണ്ണിനെ ഗർഭിണിയാക്കിയിട്ട് ഞാൻ നിന്നെ കെട്ടിക്കോളാം എന്ന് പറയുന്നതാണോ ഒരു MLAയുടെ ധാർമ്മികത എന്ന് പറയുന്നത്? ആണോ? അതിനെക്കുറിച്ചൊന്നും ഒരു ചോദ്യം പോലും 24 ചാനലിലുള്ള ഹാഷ്മി ചോദിച്ചില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ചോദിക്കേണ്ട ഒരുപാട് ചോദ്യങ്ങൾക്ക് മിണ്ടാതിരിക്കുന്ന ഹാഷ്മിയെ കണ്ടതിൽ വേദനയുണ്ട്. ഒരുപാട് പെൺകുട്ടികളുണ്ട് കരഞ്ഞിരിക്കുന്ന. ഇതിൻ്റെ പിന്നിൽ പരാതിയുമായിട്ട് വന്നിട്ടുള്ളത് 3 പെൺകുട്ടികളാണെങ്കിൽ അതിനപ്പുറം ഒരുപാട് പെൺകുട്ടികൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ആ പെൺകുട്ടികളുടെ വേദനയ്ക്കൊപ്പമാണ്, അവൾക്കൊപ്പമാണ് എന്ന് ഇത് പറയരുത്. ഞാൻ പറയട്ടെ, ഒരു പ്രമുഖ ചാനലിൽ നിന്നുള്ള ഒരു വ്യക്തിയുടെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായി. ഒരു പ്രമുഖ ചാനലിൽ നിന്നുള്ള ഞാൻ ആ പരാതി എഴുതി കൊടുത്ത അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത ചാനൽ, എനിക്ക് ആ ചാനലിനോട് റെസ്പെക്റ്റാണ്. എനിക്ക് ആ ചാനലിനോട് ഇപ്പോഴും റെസ്പെക്റ്റാണ്. ഉള്ള കാര്യം ഞാൻ പറയാം. അവൾക്കൊപ്പം എന്ന് പറയുമ്പോൾ അതൊരു പ്രവൃത്തിയിൽ കാണിക്കണം. ഏതെങ്കിലും പൈസയ്ക്കോ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ അവൾക്കൊപ്പം എന്നുള്ളത് നിഷേധിച്ച് പീഡകനൊപ്പം നിൽക്കുന്നത് ആവരുതൊരു ചാനൽ. ഇപ്പം അടുത്ത് നടന്ന സംഭവമാണ്. എനിക്കൊരു ചാനലിൽ പ്രവർത്തിക്കുന്ന ഒരു ജേർണലിസ്റ്റിനെതിരെ പരാതി കൊടുക്കേണ്ടി വന്നു. ഞാൻ എപ്പോഴും പരാതി കൊടുക്കുന്നത് ആദ്യം ഇൻറ്റേർണലി നമുക്ക് അതിന് പരിഹാരം കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് ഞാൻ ലീഗലി പോകാറുള്ളത്. ഞാൻ പരാതി കൊടുത്ത ഒരു ജേർണലിസ്റ്റിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു പ്രമുഖ ചാനൽ. അതിൽ ഞാൻ ആ ചാനലിൻ്റെ എല്ലാ പ്രവർത്തകരോടും ഏറെ ഞാൻ എൻ്റെ നന്ദി അറിയിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നും അത് അറിയിക്കും. ഞാനത് വ്യക്തമായ തെളിവോട് കൂടിയിട്ട് നമ്മൾ ഏത് മേഖലയിലാണ് സ്ത്രീകളെ മാനിപ്പുലേറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരുള്ളത്? സിനിമയുണ്ട്, സാഹിത്യമുണ്ട്, രാഷ്ട്രീയമുണ്ട്. ഞാൻ അതിനെതിരെയൊക്കെ എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഞാൻ പറയും. അതിനെതിരെ ഇനിയിപ്പോൾ ഷഹനാസ് എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും വലിയ ഇഷ്യൂ തന്നെയാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ട് തന്നെയാണ് ചാനലിൻ്റെ പ്രതിനിധികളോട് തെളിവടക്കമാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ഒരു വ്യക്തിനെ സസ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ നൽകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാവില്ലല്ലോ. മോശമായ അനുഭവം എനിക്ക് ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും അനുഭവിക്കാതെ ഇരിക്കണമെങ്കിൽ, ഇതിനെതിരെ പ്രതികരിക്കാതെ ഇരിക്കണമെങ്കിൽ നമ്മളൊക്കെ വീട്ടിൻ്റെ അകത്തിരിക്കണം. ഞങ്ങളെപ്പോലെയുള്ള സ്ത്രീകൾ അത് പറ്റില്ല. ഞങ്ങളെപ്പോലെയുള്ള കുറേ സ്ത്രീകൾ വെട്ടിപ്പിടിച്ച് തന്ന മാർഗത്തിലൂടെ മുന്നോട്ട് നടക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞും പ്രതികരിച്ചും പ്രതിഷേധിച്ചും തന്നെ മുന്നോട്ട് പോയേ പറ്റൂ. ഇവനെ പോലെയുള്ള ആളുകൾ അധികാരത്തിൽ വരുമ്പോൾ അത് എത്രമാത്രം സ്ത്രീകളെ യൂസ് ചെയ്യാനുള്ളതാണ് എന്ന് മനസ്സിലാക്കാനുള്ള, അല്ലെങ്കിൽ അത് ഇനിയിപ്പോൾ എന്തിൻ്റെ പേരിലാണ് പുതിയ ഏതെങ്കിലും ഒരു കുട്ടിക്ക് അവൻ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇവൻ ഇതാണല്ലോ എന്ന് മനസ്സിലാക്കാനുള്ള വിവരണമെങ്കിലും ഞങ്ങൾ ബലിയാടാവുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. രാഹുലിന് അല്പമെങ്കിലും നാണം ഉണ്ടെങ്കിൽ എപ്പോഴോ MLA സ്ഥാനം രാജിവെക്കണം. ഞാൻ പറയട്ടെ, അൻവർ എന്ന് അയാൾ അയോഗ്യനാക്കണം എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഞാൻ ഇനിയും നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാനും എനിക്കെതിരെ എന്നോട് എങ്ങനെയൊക്കെ സമീപിച്ചിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പറയാനും ഞാൻ ഈ നിമിഷം വരെ തയ്യാറാണ്. അത് ഇനിയിപ്പോൾ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുണ്ട്, വളരെ മോശമായിട്ട് പറഞ്ഞ ആളുകളുണ്ട്. സ്ത്രീകളെന്ന് പറഞ്ഞാൽ എഴുത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ മേഖല, ഞാൻ ഈ സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളിൽ നിന്ന് പലതരത്തിലുള്ള അപ്രോച്ചുകൾ വരുന്നത്. അത് നിങ്ങളുടെ മീഡിയ അടക്കമുള്ള, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് പറയേണ്ടി വന്നത്. അപ്പം നമുക്ക് ഇത് പറയേണ്ടി വരികയും പ്രതികരിക്കേണ്ടി വരികയും ചെയ്യുകയാണ്. അത് ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, കോഴിക്കോട് തന്നെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞതാണ്, ഷാഫി പറമ്പിലിന് ശേഷം പാലക്കാട് MLA ആയിട്ട് വന്നിട്ടുള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം. അത് കോളേജാണോ സ്കൂളാണോ എന്നുള്ളതിൽ എനിക്കിപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഷാഫി പറമ്പിൽ ചെയ്തത് കോളേജ് ആണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഉദ്ദേശിച്ചത് സ്കൂളുകളിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഒരു സ്ത്രീയെയാണ്, ഒരു പെൺകുട്ടിയെയാണ് നിയോഗിച്ച് കൊടുത്തത് എൻ്റെ സുഹൃത്ത്, കോർഡിനേറ്റർ. അപ്പം എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞത്, ഞാൻ ഇപ്പോഴാണ്, നമ്മളൊക്കെ അറിയാം ഓരോ മനുഷ്യർക്കും ഓരോ സ്ത്രീകളെ കാണുമ്പോൾ അപ്രോച്ച് ചെയ്യുന്നുള്ളത്, അത് ഏതൊക്കെ തരത്തിൽ അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അപ്രോച്ച് ചെയ്യുന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പക്ഷേ ഈ ഒരു പെൺകുട്ടീനെ ഇതിനെ അപ്രോച്ച് ചെയ്ത് കൊടുത്തതിന് വേദനിക്കുന്ന ആ പെൺകുട്ടിയോട് ഇവൻ എന്തെങ്കിലും മിസ്ബിഹേവ് ചെയ്തോ എന്ന് ചോദിക്കാൻ പോലും ഭയപ്പെടുന്ന ഏറ്റവും സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളെ എനിക്കറിയാം. ഈ വിഷയത്തിന് ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ആ കുട്ടിയോട് എങ്ങനെയാണ് ചോദിക്കുക, ഞാനാണെങ്കിൽ ആ കുട്ടിയെയാണ് ഏർപ്പാടാക്കി കൊടുത്തത് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമുണ്ട്. നിങ്ങൾ ഈ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല യഥാർത്ഥ കേരളത്തിലെ ജനങ്ങളെന്ന് പറയുന്നത്.
കേരളത്തിലെ ഒരു സൊസൈറ്റി ഇപ്പം എന്താ പറയുക, ഈ സോഷ്യൽ മീഡിയയിൽ ഒരു തലയും മുഖവും ഇല്ലാത്ത ആളുകൾ എന്തെങ്കിലും കമൻ്റ് ഇടുന്നതല്ല കേരളത്തിലെ യഥാർത്ഥ അവസ്ഥ. രാഹുൽ മാങ്കൂട്ടം എത്ര വെളുപ്പിച്ചാലും, രാഹുൽ മാങ്കൂട്ടത്തിനെ എത്ര വെളുപ്പിച്ചാലും വെളുക്കാത്ത കാര്യങ്ങൾ ഇവിടെ തന്നെയുണ്ട്. അധികാരം ഉപയോഗിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രശസ്തി ഉപയോഗിച്ച്, പണം, നാണമില്ല ഇവന് ഏതെങ്കിലും ഒരു പെണ്ണ് വാങ്ങിക്കൊടുത്ത ചെരുപ്പ്, സാധനങ്ങൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്താ പറയുക, എന്തെങ്കിലും ഒരു നാണം അവനിൽ അവശേഷിക്കുന്നുണ്ടോ? ഒരു ചാനലിൻ്റെ മുന്നിൽ വന്നിട്ട് ഡയലോഗ് അടിക്കുക, ഒരു പെണ്ണിൻ്റെ ഫ്ലാറ്റ് വാങ്ങാനുള്ള പൈസ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചാണ് സ്ത്രീകൾ ആണുങ്ങളെ ഉപയോഗിക്കുന്നു, പൈസ വാങ്ങുന്നു, ഗിഫ്റ്റ് വാങ്ങുന്നു എന്നൊക്കെ പണ്ട് കാലം മുതലേ സ്ത്രീകളെക്കുറിച്ചുള്ള പരാമർശങ്ങൾക്ക് നടുവിലാണ് കേരളത്തിൽ ഒരു യുവ MLA ഒരു സ്ത്രീയോട് ചെരുപ്പ് വാങ്ങാൻ 10,000 രൂപ വാങ്ങുന്നത്. അതിൻ്റെ തെളിവൊക്കെ പുറത്തു വന്നല്ലേ? അതൊന്നും ചോദിക്കാനുണ്ടായിരുന്നില്ലല്ലോ. അവൻ്റെ വോയിസിനെ കുറിച്ച് ഒന്നും ചോദിക്കാനുണ്ടായിരുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് നമ്മളെ സമൂഹം ഇങ്ങനെ പീഡകരായിട്ടുള്ള ആളുകൾക്കൊപ്പം നിൽക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തിൻ്റെയും പേരിലാണെങ്കിലും ഞങ്ങളൊക്കെ ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഓരോ വ്യക്തികൾക്കും കമൻറ്റിന് റിപ്ലൈ കൊടുക്കാമെന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മുകേഷിനൊപ്പം ഞാൻ ചിത്രമെടുത്തത് എപ്പോഴാണെന്ന് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. നിയമസഭാ പുസ്തകോത്സവത്തിൽ ഓരോ സ്റ്റാളും ഓരോരുത്തരും സന്ദർശിക്കും. ഞാനൊരു കോൺഗ്രസ്സുകാരിയാണ്. ഞാൻ പുസ്തകം ചെയ്തിട്ടുള്ളത് ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളെയാണ്. അത് ദൗർഭാഗ്യമെന്ന് കോൺഗ്രസ്സുകാരിയായി എനിക്ക് പറയേണ്ടി വരും. കാരണം എഴുത്തുകാരായിട്ടുള്ള, കലാകാരന്മാരായിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ്. ഡോക്ടർ B. ഇക്ബാൽ, ബെന്യാമിൻ, ഇങ്ങനെ തുടങ്ങിയുള്ള ആളുകളുടെ പുസ്തകങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെയും പുസ്തകം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ പ്രൊഫഷനാണ് പബ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അദ്ദേഹം എൻ്റെ സ്റ്റോളിൽ വരുമ്പം ഞാൻ സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഹേമ കമ്മിറ്റി നിലവിൽ വന്നിട്ടില്ല. ഹേമ കമ്മിറ്റി എപ്പോഴാണ് നിലവിൽ വരുന്നതെന്ന് നിങ്ങൾക്കറിയാം. ആ സമയത്ത് രഞ്ജിത്ത്, മുകേഷ് അടക്കമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ബൈറ്റ് എന്ന ഒരാളാണ് ഞാൻ സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ഒരു കാലത്തും നിങ്ങളോടൊന്നും മറുപടി തരാതെ മാറി നിന്നിട്ടുള്ളൊരു സ്ത്രീയല്ല ഞാൻ. അങ്ങനെ ഞാൻ എന്ത് കാര്യം നിങ്ങൾ വിളിച്ചാൽ വന്നോളൂ, ഞാൻ സംസാരിക്കാം പറയുന്നത്. ഞാൻ ഒരു നാട് മുഴുവൻ ഓടിയിട്ടില്ല ഒരു പോലീസിനെയും പേടിച്ചിട്ട്. അതിൻ്റെ ഗതികേടൊന്നും MA ഷഹനാസിനില്ല. ഒരു ചാനലിനെയും പേടിച്ചിട്ട് മറുപടി തരില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും എനിക്ക് നിങ്ങൾക്ക് മറുപടി തരാൻ പറ്റുന്നത് എൻ്റെ സത്യസന്ധത കൊണ്ടാണ്. അവനിപ്പോഴും വന്ന് ഒരു സ്ത്രീനെ കുറിച്ച് വന്ന് ഒരു ചാനലിൽ ഒരു ഏറ്റവും സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി കുറച്ച് സ്ത്രീകളുടെ പേര് പറയാണ്. ഷഹനാസ് ഇന്നലെ ചാനലിൽ പറയാണ്. അവിടെ തകർന്ന് വീഴാനുള്ള എന്തെങ്കിലുമുള്ള ഒരു പെണ്ണല്ല ഷഹനാസ്. നിങ്ങൾ തിരുത്തി എഴുതണം. ഷഹനാസ് അങ്ങനെ ഒരു പെണ്ണല്ല. ഷഹനാസിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഉത്തമ ധാരണ ഉണ്ടെങ്കിൽ ഷഹനാസ് ഈ കാര്യത്തിൽ പ്രതികരിക്കും. രാഹുൽ മാങ്കൂട്ടം കാണുന്നുണ്ടാവും ഇതെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഞാൻ തയ്യാറാണ്. ഇതെല്ലാം നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനി പോയി കാണും. കാരണം ഒരു ചാനലിലകത്തിരുന്നിട്ട് ഞാൻ ഇതിലൊന്നും ഞാൻ പറയുന്നില്ല. എന്നെ സംബന്ധിച്ച് ഉള്ളതിനേക്കാൾ അവന് ഒരു പീഡിപ്പിച്ചപ്പെട്ട സ്ത്രീകളൊക്കെയുള്ള കമൻറ്റും മെസ്സേജിനെയും കുറിച്ച് പോലും ന്യായീകരിക്കുന്ന അവനെ നമ്മൾ ഇന്നലെ കണ്ടു. എനിക്കിതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല, കേസുള്ളത്. പിന്നെ എന്ത് കുന്തം പറയാൻ അവൻ ഇന്നലെ അവിടെ വന്നിരുന്നത്? പേര് പറഞ്ഞ് മുഖം കാണിച്ചിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള സ്ത്രീകളെ ഇന്നും ജയിലിൽ നിന്ന് വന്ന് പുറത്തിറങ്ങിയപ്പോൾ അവന് മനസ്സിലായത് ഇന്നും സൈബർ മീഡിയയിൽ അവൻ്റെ ആളുകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും കൂടി കുറച്ചുകൂടി ഇട്ട് കൊടുത്താൽ, എനിക്കും കൂടി കുറച്ചുകൂടി ഇട്ട് കൊടുക്കാൻ പറ്റുക, അതിൽ തകർന്ന് വീഴാനുള്ളതൊന്നുമില്ല. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തെന്ന് നീ അവകാശപ്പെടുന്ന എൻ്റെ സുഹൃത്തല്ല. എൻ്റെ സുഹൃത്താവാൻ ഒരു മിനിമം അടിസ്ഥാന യോഗ്യതയുണ്ട്. നീ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്താൻ വരാമെന്ന് പറയുമ്പോൾ അത് എൻ്റെ ഒരു സൗഹൃദമുള്ളത് കൊണ്ടല്ല. നിനക്കറിയാം ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരാൻ പറ്റുമെന്ന്. ആ നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്ത് നീ ആ ഒരു ഭ്രൂണഹത്യ ചെയ്യുമ്പോൾ നിൻ്റെ ഒരു രക്തം കൂടിയായിട്ടുള്ള ഒരു കുട്ടിയെ നശിപ്പിക്കുന്ന സമയത്ത് നിനക്ക് ആ സമയത്ത് പോലും ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ അടുത്ത സ്ത്രീനെ നിൻ്റെ കിടപ്പറയിൽ എത്തിക്കാനുള്ള നിൻ്റെ ശ്രമങ്ങളെക്കുറിച്ച് തിരിച്ചറിയാതെ പോകുന്ന ഒരു മണ്ടിയായൊരു പെണ്ണല്ല ഷഹനാസ്. എൻ്റെ കുടുംബത്തിലോ ഞാൻ ഭർത്താവുള്ള സ്ത്രീ തന്നെയാണ്. ഞാൻ ഭർത്താവും കുഞ്ഞുമായി ജീവിക്കുന്ന സ്ത്രീയാണ്. ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ ജനിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീയാണ്. എൻ്റെ ജീവിതത്തിൽ വന്നിട്ട് നിനക്ക് എന്നെ എന്തെങ്കിലും രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ നിനക്ക് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണോ ഈ നിമിഷം വരെ നിന്നെ ബ്ലോക്ക് ചെയ്യാതെ നിനക്ക് ഇപ്പോഴും ഞാൻ ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ തന്നെയാണ് എനിക്ക് ആഗ്രഹം. നീ തയ്യാറാണെങ്കിൽ നീ എവിടെയാണോ ഇരിക്കുന്നത്, നിനക്ക് ഇങ്ങോട്ട് കോഴിക്കോടൊക്കെ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിൻ്റെ വീട്ടിൽ വരാൻ MA ഷഹനാസ് തയ്യാറാണ്. നീ ഇന്നലെ പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും നിൻ്റെ മുഖത്ത് നോക്കി ഹാഷ്മി ചോദിക്കുന്നത് പോലെയല്ല, ജേർണലിസത്തിൽ ഒരു വലിയ കഴിവുള്ള ഒരാളായ ഹാഷ്മി ചോദിക്കുന്നത് പോലെ അല്ലാതെ എൻ്റെ മുന്നിൽ നിൽക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ നീ പറ. നീ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ മതി, ഞാൻ വരാം. ഞാൻ വന്നിട്ട് ഞാൻ നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കാനും നീ പറഞ്ഞ ഓരോ കാര്യങ്ങളെയും എൻ്റെയും നിൻ്റെയും ഫോൺ വെച്ച് ഞാൻ അതിനെ സത്യസന്ധത കാണിക്കാനും ഞാൻ തയ്യാറാണ്.